വളരെ സ്നേഹമുള്ള, വളരെ എന്താ പറയുക, ഭയങ്കര നല്ല മനുഷ്യരാണ് അവർ. സൽമാൻ അവരെല്ലാം പുറത്ത് കാണുന്നത് എനിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല, ബട്ട് ഭയങ്കര സ്നേഹമുള്ള മനുഷ്യരാണ്. നമുക്ക് എന്ത് പറ്റിക്കഴിഞ്ഞാലും ഫോൺ വിളിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് നീ എന്നുള്ള രീതിയിൽ നമ്മളെ ഇങ്ങോട്ട് വിളിക്കുന്ന വ്യക്തിയാണ് സൽമാൻ ഭായ്. എനിക്ക് അറിയാവുന്ന സോഹൽ ഭായ് വഴിയാണ്. സോഹൽ ഭായ് ഈസ് ദ വൺ ഹു ട്രീറ്റ്സ് മീ ലൈക്ക് എ ബ്രദർ. അവർ ഭയങ്കര സ്നേഹമുള്ള വ്യക്തിയാണ്. അതിൽ കൂടുതൽ എന്താ പറയാ. ഒരു ക്രിഞ്ച് ചോദ്യമായിരിക്കും മേ ബി. പക്ഷേ ഈ സൽമാൻ ഖാനെ പറ്റിയൊക്കെ പറയുമ്പോൾ നമുക്ക് അങ്ങനെ ഇങ്ങനെ സൽമാൻ ഖാനായിട്ട് കണ്ടിട്ടുള്ള ആളെ നമുക്ക് ഇന്റർവ്യൂ ചെയ്യാൻ ഇവിടെ മലയാളത്തിൽ അങ്ങനെ അപൂർവ ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ. ഈ എന്തെങ്കിലും ഒരു മൊമെന്റ് ഷെയർ ചെയ്യാം, സോഹൈൽ ഖാൻ സൽമാൻ ഖാൻ അവരുമായിട്ടുള്ള ഒരു ടൈം സ്പെൻഡ് ചെയ്ത് എന്തെങ്കിലും ഒരു ഓർമ്മ ഉണ്ടാവും? സൽമാൻ ഖാൻ ബേസിക്കലി പുള്ളിക്കാരനാണെങ്കിൽ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു ഗ്രൂപ്പുമായിട്ടേ വരത്തുള്ളൂ. ഹീ ഈസ് ഹാപ്പി വിത്ത് ദാറ്റ് ഗ്രൂപ്പ്. അതിൻ്റെ പുറത്തോട്ട് പുള്ളി ഭയങ്കര സൈലൻ്റാണ്. ഇപ്പോൾ കഴിഞ്ഞ ഡിസംബറിൽ സോഹൽ ഭായിയുടെ ബർത്ത്ഡേക്ക് പുള്ളിയുടെ ഫുൾ ഗ്രൂപ്പുമായിട്ടല്ല വന്നത്, 2-3 പേരുമായിട്ടാണ്. അപ്പോൾ പുള്ളി ഒരു കസേര ഇട്ടിട്ട് അവിടെ അങ്ങ് ഇരിക്കുക. വേറെ പുള്ളി അങ്ങനെയാണ്, പുള്ളി അധികം ആരോട് സംസാരിക്കും. പക്ഷെ പുള്ളിയുടെ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ പാട്ടും ഡാൻസും ഭയങ്കര, ഈ രണ്ടും ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് പണ്ട് ഓ ജാന ജാന പാടിയ കമാൽ ഖാനില്ലേ, പുള്ളിയുടെ ഒരു വലിയ സുഹൃത്ത് എപ്പോഴും വരും. പിന്നെ പുള്ളിയുടെ ബോഡി ഗാർഡ് ഷേര എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ, ആ പുള്ളി എപ്പോഴും ഉണ്ട്. പിന്നെ ബാദ്ഷാ ഉണ്ട്, പുള്ളിയുടെ വലിയ സുഹൃത്താണ്. പാട്ടുകാരൻ ബാദ്ഷാ ഇല്ലേ, മറ്റേ പഞ്ചാബി പാടുന്ന. ഓക്കെ, പിന്നെ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട് പുള്ളിക്ക്. അതിലാണ് പുള്ളിക്കാരൻ പാട്ടും അതും ഇതും എല്ലാം ഉണ്ട്. എല്ലാം കാണാൻ പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ പുള്ളി ഒരു സൈലന്റ് മനുഷ്യനാണ്. പുള്ളി അധികം വന്ന് കൈ കൊടുത്ത ആളും ഇങ്ങനെ വളരെ നന്നായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ ഇവിടുന്ന് കാണുമ്പോൾ വേറെ യൂണിവേഴ്സിറ്റി വ്യക്തിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് സൽമാൻ ഖാനൊക്കെ ആയിട്ട്. ശരി, അതൊക്കെ എത്ര മലയാളം നമുക്ക് അത് കിട്ടിയിട്ടുണ്ടാവുന്നത് നമുക്ക് അറിയില്ല. വളരെ വിരലെണ്ണാവുന്ന ആൾക്കാർക്കൊക്കെയാണ് ഈ ഒരു സൗഭാഗ്യങ്ങൾ. ഭാഗ്യം മാത്രമാണ്. അതായത് ഇപ്പം നന്നൂരിൽ നിന്നും ഇപ്പം അങ്ങ് ഉള്ളിലുള്ളൊരു ഗ്രാമമാണ്, അവിടെ നിന്ന് ഇപ്പം ബോളിവുഡ് വരെയുള്ള ഇത്രയും 15 വർഷം ട്രാവൽ ചെയ്യുന്നു. ഇപ്പോൾ CCL നിന്ന് ഒഴിവാക്കപ്പെട്ടാൽ പോലും ഒരു ഹീലിംഗ് പ്രോസസ്സിൽ ഓർത്തിട്ടില്ല, ഈ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് എനിക്ക് ഇത്ര ലാംഗ്വേജസ് അറിയാം, ഇത്ര ഭാഷകളിൽ അഭിനയിക്കുന്നു, ഇപ്പം ഒരുപാട് രാജ്യങ്ങളിലെ പ്രശസ്തമായ റാമ്പുകളിൽ നടക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം ഞാൻ സൽമാൻ ഖാൻ്റെ വീട് വരെ എത്തിയിട്ടുണ്ട്. ഈ ഒരു ജേർണി എങ്ങനെ നോക്കി കാണുന്നു? അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ് എന്നെ ഫോഴ്സ് ചെയ്യുന്നത് വീണ്ടും കൊണ്ടുപോകാൻ വേണ്ടി. ഇവഞ്ച്വലി എന്താ പറയുക, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ ആൾക്കാർ എൻ്റെ ഒരു ക്രിക്കറ്റ് കളിക്കാരനായിട്ട് കാണുന്ന ഒത്തിരി പേരുണ്ട്. മേ ബി 2000 കഴിഞ്ഞിട്ടുണ്ടായിട്ടുള്ള ആൾക്കാർക്ക് എന്നെ അറിയ പോലുമില്ല. ഇല്ല, ഞാനാളെ ചില കോളേജസിൽ പണ്ട് ഞാൻ ഫംഗ്ഷന് പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടായിരുന്ന സമയത്ത്, ചിലപ്പോൾ ഞാൻ എക്സജറേറ്റ് ചെയ്യാണെന്ന് തോന്നാം, എന്നാലും ആ സമയത്തൊക്കെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് കാറ് വരെ കൊണ്ടുപോകാൻ പ്രയാസമായിരുന്നു. അത്രയും ആൾക്കാർക്ക് സ്നേഹം കാണിച്ചിരുന്നു. ഐ മീൻ ഗോഡ് ഹാസ് ബീൻ കൈൻഡ് ഇനഫ്. ബട്ട് അതേ കോളേജിൽ നിന്ന് തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ അയാൾ ആരാണെന്ന് ചോദിച്ചിട്ട് വന്നിട്ടുണ്ട്. സോ ഐ ഹാവ് സീൻ ഓൾ ദീസ് തിങ്സ്. ബട്ട് അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് അറിയാം, ഐ എം ഡൂയിങ് മൈ 53rd മൂവി. സോ 1 മൂവി ഐ ക്യാൻ ബി ബാക്ക്. അതാണ് എന്നെ ഫോഴ്സ് ചെയ്യുന്നത്, മലയാളത്തിലാട്ടോ. തീർച്ചയായിട്ടും എല്ലാത്തിനും ഇപ്പം സിനിമയിൽ വരാനൊരു ഭാഗ്യം, സിനിമ കിട്ടാനൊരു ഭാഗ്യം, സർവൈവ് ചെയ്യാൻ മറ്റൊരു ഭാഗ്യം. 15 വർഷം സർവൈവ് ചെയ്യാൻ ചെറിയൊരു കാര്യമല്ല. ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം ഏതൊരു നടനെ സംബന്ധിച്ചാണെങ്കിലും അയാൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ അയാളുടെ ഉള്ളിലൊരു വേദന ഉണ്ടാവുന്ന ഒരു കാര്യമൊക്കെയാണ്. ഈ ഒറ്റയ്ക്കിരിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എൻ്റെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഞാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഐ മീൻ ഐ വാച്ച് മൂവീസ്, ഐ ലേൺ തിങ്സ്. അല്ലെങ്കിൽ എനിക്ക് ഹിസ്റ്ററി ഭയങ്കര ഇഷ്ടമാണ്. സോ ഐ കീപ് ഡൂയിങ് ദാറ്റ്. അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. സോ ഐ മേക്ക് യൂസ് ഓഫ് ദ ടൈം വിച്ച് ഐ ഹാവ്, വിച്ച് ഐ ഡോണ്ട് സ്ലീപ്പ്. 8 മണിക്കൂർ ഉറങ്ങാൻ മാക്സിമം ഞാൻ ശ്രമിക്കും. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു വർക്കൗട്ട് റെജീമെൻ്റ് ഓൾറെഡി tedious ആണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള സമയങ്ങൾ ഞാൻ മാക്സിമം യൂസ് ചെയ്യും. ഇപ്പോൾ CCL പറഞ്ഞപ്പം ചിലപ്പോൾ ഒന്നോ അതിൽ കൂടുതലോ ആളുകൾ ചിലപ്പോൾ ഒരു പക്ഷേ എന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായി. ചിലപ്പോൾ ആകാതിരിക്കാം. സിനിമയിൽ നിന്നും 6 വർഷത്തിൽ ഒരു സിനിമകൾ മാത്രമേ കിട്ടുന്നുള്ളൂ. ഞാൻ അതിൻ്റെ ഒരു കാര്യം പറയാം. ഇപ്പം ഞാൻ ഹിന്ദിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൂവിയുണ്ട്, തെലുങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മൂവിയുണ്ട്, ഷബാര എന്ന് പറഞ്ഞ്. ഇറ്റ്സ് എ ട്രഷർ ഹണ്ട് മൂവി, ഒരു വിഷ്വൽ ട്രീറ്റാണ് ആ മൂവി. സോ അതിൽ ആൻറ്റഗണിസ്റ്റാണ് ഞാൻ, റൈറ്റ് ഓപ്പോസിറ്റ് ഹീറോ. ഐ ഹാവ് എ സ്റ്റോറി. അങ്ങനെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടറാണ്.
ബട്ട് ഇവഞ്ച്വലി ആ സിനിമയിൽ ആദ്യം കാസ്റ്റ് ചെയ്തിട്ടില്ല, അവർ ആലോചിച്ചുകൊണ്ടിരുന്ന നടൻ മലയാളത്തിൽ വന്നിട്ട് ഇവിടുത്തെ ഒരു വലിയ പടത്തിൽ വില്ലനായിട്ട് ചെയ്തു. ഇപ്പോൾ പ്രസൻ്റ്ലി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പടത്തിലും പുള്ളി തന്നെയാണ് മെയിൻ വില്ലൻ. ആ പുള്ളി ആക്ച്വലി ഡൽഹിക്കാരനാണ്. പക്ഷേ ആ മനുഷ്യനെയാണ് അവരതിൽ ഫിക്സ് ചെയ്തിരുന്നല്ല ഡയറക്ടർ മനസ്സിൽ കണ്ടിരുന്നത്. എന്നിട്ട് ഡയറക്ടർ എൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങളുടെ കോണ്ടാക്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു, അതുകൊണ്ട് അയാൾ എന്നെ കണ്ടു കഴിഞ്ഞിട്ട് അയാൾ എന്നെ ഫിക്സ് ചെയ്യായിരുന്നു. കാരണം ഇയാൾക്ക് എന്നെ അറിയാം, പക്ഷേ റീച്ച് ചെയ്യാൻ പറ്റില്ല. മേ ബി അയാൾ എൻ്റെ മാനേജറിനെ അയാൾക്ക് കിട്ടിയിരുന്നില്ല, അതുകൊണ്ടാണ്. ബട്ട് ദെൻ അവിടുത്തെ ആൾക്കാർ അങ്ങനെ ചിന്തിക്കും, മലയാളത്തിൽ എന്നെ അതിന് പോലും യോഗ്യനായിട്ട് കാണുന്നില്ല. മനസ്സിലായി. ഇപ്പൊ ഇത് കണക്ട് ചെയ്യുവാണെന്ന് പറയുകയാണെങ്കിൽ തന്നെ മലയാളത്തിൽ ഇപ്പൊ 6 വർഷത്തിനുള്ളിൽ ഒരു സിനിമയെ ചെയ്തുള്ളൂ, വാലിബ മാത്രമേ ചെയ്തുള്ളൂ. ഇപ്പൊ പക്ഷേ എനിക്ക് കഴിഞ്ഞ കൊല്ലത്തിൽ ഒരു റിലീസ് ഉണ്ടായിരുന്നു, ബട്ട് ദാറ്റ് വാസ് ഡൺ ഡ്യൂറിങ് അതൊരു നോൺ കൊമേഴ്ഷ്യൽ മൂവിയാണ്. അത് ഫെസ്റ്റിവലിന് വേണ്ടി മാത്രം ചെയ്തിരുന്നത്. പ്രതിമുഖം എന്ന് പറഞ്ഞത് സിദ്ധാർത്ഥ് ശിവൻ ഞാനുമാണ് അതിൽ മെയിൻ ചെയ്തിരുന്നത്. ബട്ട് ദാറ്റ് വാസ് ഷൂട്ട് കോവിഡ് ടൈമിൽ, ആ സമയത്ത് അന്ന് ഷൂട്ട് ചെയ്ത സിനിമയാണ്. ബട്ട് പുതിയ പ്രൊജക്ടുകൾ തുടങ്ങാൻ ഇല്ല. ഇപ്പം CCL നിന്ന് ഇങ്ങനെ ഒരു അനുഭവം വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ വൈ എന്നൊരു ചിന്തയാണ്. ഇനി നമ്മൾ എല്ലാ ഭാഗത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു അവഗണന ഫീൽ ചെയ്യുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഒരു തെറ്റിദ്ധാരണ വരാൻ റീസിലേക്ക് ആരെങ്കിലും പർപ്പസ്ഫുള്ളി ഇതിനെ കളിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു അന്വേഷണം, ഒരു സ്വയം ചിന്ത വന്നിട്ടുണ്ടോ? ഇല്ല, വൈ എന്നുള്ള ചിന്ത എല്ലാവർക്കും വരും. ബട്ട് വൈ എന്നുള്ള ചിന്ത വന്നിട്ടുണ്ട്, അതിൽ എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യുക എന്നുള്ള എൻ്റെ കടമയാണ്. ബട്ട് അൺലെസ് ആൻഡ് അൺടിൽ ഐ നോ ദാറ്റ് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ എനിക്കത് നേരെയാക്കാൻ പറ്റത്തുള്ളൂ. ഇനി എന്നെ കൊണ്ട് നേരെയാക്കാൻ പറ്റുന്നല്ലെങ്കിൽ ഓക്കെ ഫൈൻ, നോ ഇഷ്യൂസ്. എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ അത് നേരെയാക്കും, 100% നേരെയാക്കും. ഐ ലവ് കേരള സ്ട്രൈക്ക്. അതെൻ്റെ 2011 പ്രാക്ടീസ് തുടങ്ങിയാണ്. ഇറ്റ്സ് ബീൻ എ ലോങ് ജേർണി. ട്രാവൽ ലോഡ് ഓഫ്. ആൾക്കാർക്ക് പറഞ്ഞാൽ എത്രത്തോളം ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. അത്രയും നമ്മൾ, അതായത് ഗ്രൗണ്ടിൻ്റെ നടുക്ക് നിൽക്കുമ്പം ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൻ്റെ ഒരു സോങ് ഒക്കെ ഉണ്ട്. ആൾക്കാർ നിറഞ്ഞു നിൽക്കുന്ന സ്റ്റേഡിയത്തിലും കളിച്ചിട്ടുണ്ട്, ആൾക്കാരില്ലാത്ത സ്റ്റേഡിയത്തിലും കളിച്ചിട്ടുണ്ട്. ഐ ഫെൽറ്റ് എവറിത്തിങ്. ചിലപ്പോഴൊക്കെ നമ്മൾ ക്യാച്ച് എടുത്ത് കഴിഞ്ഞിട്ട് പുറമോട്ട് നോക്കുന്നുണ്ടെങ്കിൽ സ്റ്റേഡിയത്തിനകത്തുള്ള ഗ്രൗണ്ടിലുള്ളതിനെക്കാട്ടി കുറച്ച് ആൾക്കാരായിരിക്കും സ്റ്റേഡിയത്തിൽ ഇരിക്കുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം കൊച്ചിയിൽ 60,000 ആൾക്കാരുള്ള സമയത്തും കളിച്ചിട്ടുണ്ട്. ഐ ഹവ് സീൻ ദ ഹോൾ ജേർണി. എല്ലാം കണ്ടിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊരു വീഡിയോ കണ്ടു, മിസ്റ്റർ രാജീവ് പിള്ള, താങ്കളെ ഞങ്ങൾക്ക് ആവശ്യമില്ല, അതിന്റെ കാരണം ഇതൊക്കെയാണ്, താങ്കൾ ഇത് പല വർഷങ്ങളിലും കേരളത്തിനെ ജയിപ്പിക്കുന്നു അങ്ങനെ പറഞ്ഞാൽ താങ്കളെ സപ്പോർട്ട് ചെയ്തൊരു വളരെ ഇമോഷണൽ ഇതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. വീഡിയോ ഞാൻ കണ്ടു. അത് കണ്ടപ്പോൾ നമുക്കും ക്രിക്കറ്റിനെ, എല്ലാവർക്കും ക്രിക്കറ്റിനോട് ഇഷ്ടമാണ്. ഒരു 70% മലയാളികൾക്കും ക്രിക്കറ്റിനോട് ഇഷ്ടമുള്ളവരായിരിക്കും. അതിനുശേഷമാണ് എനിക്ക് ഒരുപക്ഷെ ഫുട്ബോൾ വരികയുണ്ടാവുക. മേ ബി ചില സ്ഥലങ്ങളിൽ മാത്രമായിരിക്കും മേ ബി അല്ലാണ്ട് വരിക. അപ്പം 90s ബോളായിട്ടുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് ക്രിക്കറ്റിനോട് ഒരു ഇഷ്ടം കൂടുതലായിരുന്നു. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അത്രയും ക്രിക്കറ്റ് ഇപ്പോൾ ആൾക്കാർ കളിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കൊച്ചു ഗ്രൗണ്ടുകളായിരുന്നാലും എല്ലായിടത്തും ക്രിക്കറ്റ് ആയിരുന്നു, വൈകുന്നേരങ്ങളിലൊക്കെ ക്രിക്കറ്റ് ആയിരുന്നു. ഇപ്പോഴാണ് പിന്നെയും ഒരു മാറ്റത്തിലേക്ക് വരുന്നത്. അപ്പം ആ വീഡിയോ കാണുന്ന എല്ലാവർക്കും വളരെ ഇമോഷണലി ഒരു ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. താങ്കളുടെ തിരിച്ചുവരവ് എല്ലാവരെ പോലെ, എന്നെ പോലെ തന്നെ എല്ലാവരും ആഗ്രഹിക്കട്ടെ. അടുത്ത വർഷം ഇതുപോലെ തന്നെ തിരിച്ചു വരട്ടെ. 1-2 ചോദ്യങ്ങളും കൂടെ ചോദിക്കാനുള്ളത്. ഈ ഒറ്റയ്ക്ക് ഒക്കെ ഒരുപാട് ഇരിക്കാൻ ഇഷ്ടമുള്ള ആളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സൗഹൃദ വലയങ്ങൾ താരതമ്യേന കുറവായിരിക്കും അങ്ങനെയുള്ള ആളുകൾക്ക്. ഈ സിനിമകൾ ഇല്ലായിരിക്കുന്ന സമയത്തൊക്കെ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുക, സുഹൃത്തുക്കളോട് പോയിട്ട് അവസരം ചോദിക്കാൻ ശ്രമിക്കും. ഇപ്പം എൻ്റെ ഒരു അറിവ് ശരിയാണ്, വിനീത് ശ്രീനിവാസൻ എലി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തൊട്ട് നിങ്ങൾ പരിചയമുള്ളവരാണ്, ആ സമയം തൊട്ട്. അപ്പം അത്രയും കോണ്ടാക്റ്റുകൾ ഉള്ള ഒരാൾക്കൊരു പ്രൊജക്റ്റ് സ്വന്തമായിട്ട് ഉണ്ടാക്കാം. ഇപ്പം ഈ അടുത്ത കാലത്ത് തന്നെ ആൾക്കാരുടെ സ്വന്തം പ്രൊജക്റ്റ് ഉണ്ടാക്കിയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. സ്വന്തമായിട്ടൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അവസരങ്ങൾ ചോദിച്ച് ഇടിച്ചു കയറാൻ ശ്രമിച്ചിട്ടില്ലേ? ബ്രദർ, അതിന് ഒന്നിലധികം കാരണങ്ങളുണ്ട്. ഒരു മേജർ കാരണം എനിക്ക് കുറേ ദുരഭിമാനമുണ്ട് ബ്രോ. അതായത് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ചോദിക്കുക തന്നെ ഞാൻ വന്ന് ഓഡീഷൻ ചെയ്തോട്ടെ എന്ന്. കാരണം ദ തിങ് ഈസ് ദാറ്റ് ഞാൻ ഓഡീഷൻ ചെയ്തിട്ട് എനിക്കൊരു മൂവി കിട്ടുകയാണെങ്കിൽ ദ മൊമെൻറ്റ് ഐ സീ മൈസെൽഫ് ഇൻ ദ മിറർ ഐ ക്യാൻ സേ ദാറ്റ് നിന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ് നിനക്കത് കിട്ടുന്നത്. അതെനിക്ക് ഭയങ്കര ഗൂസ് ബം മൊമെൻ്റ് ആണ്. ഓക്കെ, ഓരോ തവണ ഞാൻ ചെയ്യുന്നതും അങ്ങനെയാണ്. എനിക്ക് സുഹൃത്ത് ബന്ധത്തിൻ്റെ പുറത്ത് എനിക്ക് മൂവി തന്നിട്ടുള്ള ജൂഡ് ആൻ്റണി മാത്രമാണ്.